ഹായ് ഗൈസ്, വെൽക്കം ടു ലൈഫ് വിത്ത് വ്ളോഗ്സ് യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മൾ ട്രിവാൻഡ്രത്തുള്ള നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിന് ഫ്രണ്ടിലായിട്ടാണ്. അപ്പം നമുക്ക് അകത്തോട്ട് കയറാൻ പോവാണ്. 40 റുപ്പീസാണ് ടിക്കറ്റിന് പ്രൈസ് വരുന്നത്. നമുക്ക് അകത്തോട്ട് കയറി നോക്കാം ഇതിലെ കാഴ്ചകളും മറ്റു വിശേഷങ്ങളും ഒക്കെ. സോ ഗൈസ്, കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണ്ടാമൃഗത്തിൻ്റെ കുറച്ച് സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ കാണാൻ പറ്റും. സ്റ്റഫല്ലെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഇത് ലൈക്ക് ചെറിയൊരു സ്റ്റാച്ചു പോലെ ഉണ്ടാക്കി വെച്ചേക്കുവാണെന്ന്. സോ നമുക്ക് അകത്തോട്ട് കയറാം. ആയിട്ടൊരു സ്കെലിറ്റൽ ഗാലറി ഉണ്ട്. ഇതാണ് സ്കെൽറ്റൽ ഗാലറി. മറ്റേ ആനയുടെയൊക്കെ സ്കെൽറ്റൻസ് ആണ് ഇരിക്കുന്നത് ഫുള്ളായിട്ട്. ആനയുടെ, അതുപോലെ തന്നെ മുതല, പിന്നെ ഈ കാണുന്നത് നീലത്തിമിംഗലത്തിൻ്റെ അസ്ഥികൂടമാണ്. നീലത്തിമിംഗലത്തിൻ്റെ താടിയല്ലാണ് കേട്ടോ. അത് നല്ല അടിപൊളിയായിട്ട് 2 താടിയല്ലുണ്ട്. ഫുള്ളായിട്ട് ഭയങ്കര സൈസാണ്, നമ്മൾ ഈ കാണുന്ന പോലല്ല, ഭയങ്കര സൈസാണ്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ എലിഫൻറ്റിൻ്റെ അസ്ഥികൂടം. എന്തായാലും കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോന്നിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ അസ്ഥികൂടമാണ്. 4ഓളം സ്കെലിറ്റൻസ് വരുന്നുണ്ട്. അതിൽ ഏകദേശം എല്ലാം പ്രീ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഹ്യൂമൻ സ്കെലിറ്റൻസ് ആണ്. ഇത് ഹ്യൂമൻ അല്ല, ചെറുത്. എനിക്ക് തോന്നുന്നു ചിലതൊക്കെ ലൈക്ക് ഗിബ്ബൺ, ലാർ ഗിബ്ബൺ, അതുപോലെ ഒറാങ്കുട്ടാൻ്റെ ഒക്കെ സ്കെലിറ്റൻസും ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. അപ്പം മനുഷ്യൻ്റെ സ്കെൽറ്റൻസ് മാത്രമല്ല, ചിലത് മനുഷ്യൻ്റെ സ്കെൽറ്റൻസ് ആണ്, എന്നാൽ ചിലതൊന്നും മനുഷ്യൻ്റെ സ്കെൽറ്റൻസ് അല്ല കേട്ടോ. ഈ കാണുന്നത് 18 ലക്ഷം വർഷം മുന്നേ പഴക്കമുള്ള സ്കെൽറ്റൻസ് ആണ്. ഇത് ക്യാബ്വേ ക്രാനിയം എന്ന് പറഞ്ഞിട്ടൊരു സ്കെലിറ്റൻ കണ്ടോ. പ്രീ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഹ്യൂമൻസിൻ്റെ സ്കെലിറ്റൻസ് ആണ്. പിന്നെ നിയാൻഡർതൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇല്ലാത്ത ടൈപ്പ് മനുഷ്യൻ്റെ സ്കെൽറ്റൻ ആണ് ഇത് കാണുന്നത്. അതിൻ്റെ ഒരു പകുതി മാത്രമേ ഉള്ളൂ, അത് ഫുള്ളായിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെയും പകുതി മാത്രമേ ഉള്ളൂ. ജാവാമാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പഴയ കാല മനുഷ്യന്മാരാണ് ജാവാമാനൊക്കെ. സോ ആ ഒരു സ്കെൽറ്റൻസ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഇതുപോലെ എലിഫൻറ്റിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു സ്കെലിറ്റൻ, എനിക്ക് തോന്നുന്നത് സൂയിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ നീലത്തിമിംഗലത്തിൻ്റെ താടിയെല്ലും ഒക്കെ ഉണ്ട്. 40 രൂപ ടിക്കറ്റിന് ആവുന്നുള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ഗാലറിയിലോട്ട് പോവാം. സോ ഇവിടെ ഫുള്ള് ബേർഡ്സിനെ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫുൾ കണ്ടില്ലേ ഗൈസ്? ഇതുപോലെ ബേർഡ് സെക്ഷനാണ്, സ്റ്റഫ്ഡ് ബേർഡ്സ് ആണ്. അതിൻ്റെ ഉള്ള ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ടോ, ഏത് ബേർഡ്സ് ആണെന്നൊക്കെ. അപ്പോൾ ഈ ബേർഡ്സിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇതൊക്കെ കാണാം. സോ ഇതാണ് ബേർഡ്സ് ഗാലറി. ഈ സെക്ഷൻ ഫുള്ളായിട്ട് ബേർഡ്സിൻ്റെ ഗാലറീസ് ആണേ. എല്ലാം സ്റ്റഫ്ഡ് ബേർഡ്സ് ആണ്. ഈ കാണുന്ന പോലെ പീക്കോക്ക് ഉണ്ട്. ഇതെന്തോ കാട്ടുകോഴിയാണോ, കാട്ടുകോഴിയൊക്കെ പോലെ എന്തൊക്കെയോ പല ടൈപ്പ് കോഴികളൊക്കെ കാണാൻ പറ്റും. നല്ല രസത്തിലാണ് ഇത് പണിത് വെച്ചേക്കുന്നത്. ആ ഒരു കിഡ്സിനൊക്കെ, അതായത് കുട്ടികളെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് സ്റ്റേഴ്സൊക്കെ കണ്ടോ. ആ ഡിസൈനൊക്കെ വരുന്നുണ്ടോ, 3D എഫക്റ്റിൽ ഫുള്ളായിട്ട് ബൾജ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് കാണാൻ പറ്റുന്നത്. ഇതുണ്ടോ, ഫുള്ളായിട്ട് വരുമ്പോൾ ഈ ഒരു മോഡിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എനിക്ക് തോന്നുന്നു 2 ഗാലറീസ് ആണ് വരുന്നത്. ഒന്ന് അസോർട്ടഡ് ഗാലറിയും ഒന്ന് മാമൽസ് ഗാലറിയും. അപ്പോൾ നമുക്ക് എന്തായാലും മാമൽസ് ഗാലറിയിലോട്ട് കയറാം. ഇതാണ് മാമൽസ് ഗാലറി. ഇത് മാമൽ ഗാലറിയാണ്, അതായത് സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുള്ള ലെപ്പേർഡ്സ്. ലെപ്പേർഡല്ല കേട്ടോ, ജാഗ്വാറാണ്. അതിൻ്റെ പുള്ളി കണ്ടാൽ നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റത്തില്ല. അത് ഒരു ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ ഈ ലെപ്പേർഡിനെന്ന് വെച്ചാൽ ചെറിയ പുള്ളിയാണ്, കുഞ്ഞു പുള്ളിയാണ്. പക്ഷേ ഈ ജാഗ്വാറിൻ്റെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇതിൻ്റെ പുള്ളിക്ക് ഭയങ്കര വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഇത് കാണപ്പെടുന്ന ഏരിയാസും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതുപോലെ പ്യൂമയുണ്ട് കേട്ടോ. പ്യൂമയെന്ന് വെച്ചാൽ നമ്മുടെ പെൺസിംഹത്തിനെ പോലെയൊക്കെ തന്നെ ഇരിക്കും, പക്ഷേ അത് വേറൊരു കാറ്റഗറിയാണ് പ്യൂമ. അതുപോലെ ഇവിടെ കണ്ടോ, ഒറാങ്കുട്ടാനാണോ ചിമ്പാൻസി ആണോ നോക്കണം. ചിമ്പാൻസിയാണ്. ചിമ്പാൻസി, സീബ്ര, അതുപോലെ കുറേ ആനിമൽസ്. ഇതൊക്കെ സ്റ്റഫ്ഡ് ആണോ എന്ന് എനിക്കൊരു സംശയം. കാരണം നമുക്ക് ആ ഒരു ഇത് കാണുമ്പോഴേ, ആ ഒരു സീബ്ര പോട്ടെ, ജിറാഫിൻ്റെ ആ ഒരു ഇത് കാണുമ്പോൾ എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്, ഇത് സ്റ്റഫ്ഡ് ആണോ അല്ലയെന്ന്. ബട്ട് പന്നിയൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ചിമ്പാൻസി അടിപൊളിയായിട്ടുണ്ട്. ബാക്കി മറ്റേത് ബബൂണായിരുന്നേ. ഇപ്പോൾ വേറൊരു സെക്ഷനിൽ വന്നപ്പം ഫുള്ളായിട്ട് നമുക്ക് സിംഹം, അതുപോലെ സ്റ്റഫ് ചെയ്ത സിംഹത്തിനെ കാണാം, ലെപ്പേർഡ്, ഇതുപോലത്തെ ആനിമൽസിനെയൊക്കെ കാണാൻ പറ്റും. ലെപ്പേർഡ് എന്തിനാ കഴിക്കുന്ന ആ ഒരു വ്യൂ ഒക്കെയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പം എന്നാലും അടുത്ത സെക്ഷനിലോട്ട് പോവാം. തീർന്നിട്ടില്ല ഗൈസ്. ഇവിടെ ലെഫ്റ്റിലായിട്ട് വേറൊരു സെക്ഷൻ കാണാൻ പറ്റും.
ഫുള്ളി എന്തുവാ ഈ കൾച്ചറൽ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. കൾച്ചേഴ്സ്, നമ്മുടെ കഥകളി, അതുപോലെ അതിൻ്റെ മുദ്രാസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പല ടൈപ്പ് വേഷങ്ങളാണ്. പച്ച, കരി, കത്തി, വേലത്തടി, വെള്ളത്തടിയാണോ, വെള്ളത്താടി, സോറി, മിനുക്ക്, ചുവന്ന താടി, ഇങ്ങനെ അതിൻ്റെ കുറേ വേഷങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ഇത് ഓരോ സ്റ്റേറ്റ്സിലുള്ള അവരുടെ കലാരൂപങ്ങളും മറ്റുമാണ്. അത് രസമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലുള്ളൊരു കലാരൂപങ്ങളുടെ എല്ലാം ഒരു മോഡലാണ് ഈ വെച്ചിരിക്കുന്നത്. അതിലെല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ്. ഈവൻ തെയ്യം, അങ്ങനെ എല്ലാം, കഥകളി, ഓരോ സെക്ഷൻ വൈസ് ആണ്. കഥകളി ആണെങ്കിൽ ഇവിടെ, അതുപോലെ ഓരോ സെക്ഷൻ വൈസ് ആണ് ഇത് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു മോഡലുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത സെക്ഷനിൽ പോവാം. ഇപ്പം മാമൽ ഗാലറി തന്നെ ഇൻക്ലൂഡഡ് ആയിരുന്നു ഈ കൾച്ചറൽ ട്രഡീഷണൽ ആയിട്ടുള്ള വരുന്നതൊക്കെ. സോ അടുത്ത വരുന്ന അസോർട്ടഡ് ഗാലറിയാണേ. അസോർട്ടഡ് ഗാലറിയിൽ അകത്തോട്ട് പോവാം. എനിക്ക് തോന്നുന്നു ഇവിടെ ഫുള്ള് വരുന്നത് ഇതുപോലെ കടൽ ജീവികളുടെ ഒക്കെയാണ്. കടൽ ജീവികളുടെ ഒക്കെ ഡ്രൈ ചെയ്ത് സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്നത് കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇത് ഫുള്ളായിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു വലിയൊരു ഷാർക്കല്ലേ ആ കാണുന്നത്. അതുപോലെ കുറേ മൃഗങ്ങളുടെ കൊമ്പൊക്കെ പ്രിസർവ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ പഠിക്കാനൊക്കെ വരുന്നവർക്ക്, ഈ കുട്ടികൾക്കൊക്കെ പഠിക്കാനൊക്കെ കൊണ്ടുവരുന്നവർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരുന്നത്. അയ്യോ മോനെ, ഇതൊക്കെ ചെറിയ ഇതിൻ്റെ സ്കെലിറ്റൻസ് ആണെന്ന് തോന്നുന്നു. ഇതുണ്ടോ, ഡൈസെക്ട് ചെയ്ത് ഓരോ പാർട്സ് ആയിട്ട് വെച്ചേക്കുന്നത്. അത് നമ്മുടെ ഞണ്ടിൻ്റെ ഓരോ പാർട്സ് ഉണ്ട്. ഇതൊക്കെ കണ്ടോ, ഇവിടെയും അതുപോലെ ഓരോ സീ ആനിമൽസിൻ്റെ ഒക്കെ തന്നെ കാണാൻ പറ്റും. സ്നേക്സിനെ വെച്ചേക്കുന്നത്, അതിനെ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്ന ഓരോ സ്നേക്സ്, ഓരോ ടൈപ്പ് സ്നേക്സ്, മൂർക്കൻ, അതുപോലെ പല ടൈപ്പ് സ്നേക്സിനെ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം ഫുള്ള് പാമ്പാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം കേരളത്തിലെ. അതുപോലെ എല്ലാത്തിനെയും ഇവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാ ടൈപ്പ് പാമ്പിനെയും. അത് കുറേ നാൾ നിൽക്കും. എനിക്കൊന്ന് ഫോർമാലിറ്റി സൊല്യൂഷനിലാണ് ഇങ്ങനെ വെക്കുന്നതെന്ന്. പാമ്പ് മാത്രമല്ല കേട്ടോ, ഞാൻ ഓർത്ത് ആദ്യം പാമ്പാണെന്ന്. പാമ്പ് മാത്രമല്ല, ഇവിടെ കുറേ പാമ്പിൻ്റെ മുട്ടകളും ഉണ്ട്. ഇതെന്തോന്നാണ്, ഡ്രാഗണിൻ്റെ മുട്ടയോ? ഇത് ഓസ്ട്രിച്ചിൻ്റെ എഗ് കേട്ടോ. ഓസ്ട്രിച്ചിൻ്റെ എഗ്സ് ഉണ്ട്, എമുവിൻ്റെ എഗ് ഉണ്ട്, ഗ്രേറ്റർ റിയ എന്ന് പറയുന്ന അതിൻ്റെ ആനിമലിൻ്റെ എഗ്, പിന്നെ അതുപോലെ മുതലയുടെ എഗ് ഉണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് കാണാൻ പറ്റുന്നത് ഇൻഡെക്സ് ഗാലറിയാണ്. ഇവിടെ ആയിട്ടാണ് ഇൻഡെക്സ് ഗാലറി വരുന്നത്. നമുക്ക് അകത്തോട്ട് കയറാം. പാമ്പിൻ്റെ ആണെന്ന് തോന്നുന്നു, പെരുമ്പാമ്പിൻ്റെ വല്ല സ്കെൽട്ടൺ ആണെന്ന് തോന്നുന്നു. ഫുള്ളായിട്ട് അവരങ്ങനെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തലയൊട്ടിയും മറ്റുമൊക്കെയാണ്. ട്രിവാൻഡ്രത്ത് ഈ ഒരു മ്യൂസിയം കോമ്പൗണ്ടിനകത്ത് നേപ്പിയർ മ്യൂസിയം മാത്രമല്ല, നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഉണ്ട്, നേപ്പിയർ മ്യൂസിയം ഉണ്ട്, പിന്നെ അതുപോലെ ആർട്ട് ഗാലറീസ് ഉണ്ട്. ആർട്ട് ഗാലറീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജാ രവിവർമ്മയുടെ പെയിൻറ്റിങ്സ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു ആർട്ട് ഗാലറി ഉണ്ട്. ആ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ ആർട്ട് ഗാലറിയിലും കൂടെ കയറാൻ പറ്റും. അങ്ങനെ ടോട്ടലി കുറേ കാഴ്ചകൾ ഈ ഒരു മ്യൂസിയം കോമ്പൗണ്ടിനകത്തായിട്ട് ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾക്ക് ഇവിടുന്ന് എന്തായാലും പുറത്തോട്ട് ഇറങ്ങാം. ലൈക്ക് ഇത് ഞാനൊരു റേറ്റിംഗ് രീതിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് 5-ൽ ഒരു 3.5 കൊടുക്കാം.